ഇങ്ങനെയുള്ള ആരോപണമൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കെ യോഗം ചേരാതെ MMA സംഘടന പ്രസിഡന്റ് മോഹൻലാൽ സ്ഥലത്തില്ല എന്ന കാരണം പറഞ്ഞാണ് ഈ യോഗം വൈകിക്കുന്നത്. അതേസമയം സ്ഥാനമൊഴിഞ്ഞ സിദ്ദിഖിന് പകരക്കാരനായി ജഗദീഷിന്റെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. എസ് രാഗിനാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഗിൻ, അത്ര പെട്ടെന്നൊന്നും സംഘടനയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ അവസരത്തിൽ എന്താണ് സംഘടനയ്ക്ക് പറയാനുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നിട്ടും ഇത്രത്തോളം വൈകിപ്പിക്കുകയാണ്. അത് വീണ്ടും തിരിച്ചടിയാവുകയല്ലേ? ഒപ്പം ഈ സിദ്ദിഖ് മാറിയ സ്ഥാനത്തേക്ക് ആരുടെയൊക്കെ പേരുകളും പരിഗണിക്കുന്നുണ്ട്. കലുഷിതമായ അന്തരീക്ഷത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് താരസംഘടനയായിട്ടുള്ള അമ്മ. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സംഘടന പ്രതിരോധത്തിലായിരുന്നു. അതിന് പിന്നാലെയാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ആരോപണം വന്നത്. തുടർന്ന് പൊടുന്നനെ രാജിവെക്കുകയായിരുന്നു. ഗത്യന്തരമില്ലാതെയായിരുന്നു ആ രാജി. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കും എന്ന് വ്യക്തമാക്കിയത്. പുതിയ സെക്രട്ടറിയെ തീരുമാനിക്കണം, അതോടൊപ്പം തന്നെ ഈ ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ആ നിലയ്ക്കാണ് നാളെ യോഗം ചേരാനിരുന്നത്. പക്ഷേ കൂടുതൽ പേർക്കെതിരെ ആരോപണം ഉയരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അമ്മയുടെ തൊട്ടടുത്ത ഭാരവാഹി, അതായത് ജനറൽ സെക്രട്ടറി കഴിഞ്ഞാലുള്ള ജോയിന്റ് സെക്രട്ടറി ആക്ടറായിട്ടുള്ള ബാബുരാജിനെതിരെ തന്നെ ആരോപണങ്ങൾ വന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം തന്നെ മോഹൻലാൽ ചെന്നൈയിലാണുള്ളത്. അദ്ദേഹത്തിന് നേരിട്ട് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്രയും ഗൗരവത്തോടു കൂടിയുള്ള ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് നേരിട്ട് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന അഭിപ്രായവുമുണ്ട്. ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് യോഗം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് പല പേരുകളും നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു പ്രതിച്ഛായ നഷ്ടം സംഭവിച്ച് ആകെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു വനിതയെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ചില അംഗങ്ങൾ ഉൾപ്പെടെ അത് മുന്നോട്ട് വച്ചിട്ടുമുണ്ട്. ഇതോടൊപ്പം തന്നെ ജഗദീഷിനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ്. നേരത്തെ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിലാണ് എന്ന് സിദ്ദിഖ് പറഞ്ഞപ്പോൾ അതിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയ ആളാണ് സിദ്ദിഖ്. തീർച്ചയായും ആ പേരുകളൊക്കെയും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു യോഗം ചേരാതെ അത് വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ യോഗം ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും മോഹൻലാൽ സ്ഥലത്തില്ല എന്നുള്ള കാരണം പറഞ്ഞ് അത് വീണ്ടും വൈകുകയാണ്.